കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരുമെന്നും ഇന്ന് രാവിലെ 8 മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. പ്രമുഖ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അദ്ദേഹം റെഡിയായി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആളുകളും കൂടെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇന്നലെയും അദ്ദേഹം കുറച്ച് വൈകിട്ടാണെങ്കിലും മുങ്ങി തപ്പിയിരുന്നു. ചില സാധനങ്ങളൊക്കെ കണ്ടെടുത്ത വാർത്ത നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല ഈ ലോറി അവിടെ എവിടെയോ കിടപ്പുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്ന ചില സാധനങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അരുൺ പൂപ്പറമ്പ വീണ്ടും ഗംഗാവാലി പുഴയ്ക്കരികിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗംഗാവാലി പുഴ വളരെ നിശബ്ദമായി ഒഴുകുന്നു, അടിയൊഴുക്കില്ല, മാത്രമല്ല പുഴ കൂടുതൽ ശാന്തമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. പൂപ്പറമ്പ. നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ചതെന്ന് മാറി കാലാവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു മൂടിയ ഒരു കാലാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഷിരൂരിൽ മഴ പെയ്യില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ചെറിയ രീതിയിലൊക്കെ മഴ അങ്ങനെ തുളുന്നാണെന്നാണ് നമ്മൾ പറയുക. അത്തരത്തിലുള്ള മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് കാലാവസ്ഥ മൂടിയ ഒരു കാലാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി മഴ പെയ്തിട്ടില്ല ഇവിടെ ഷിരൂരിൽ. മാത്രമല്ല ഉത്തര കന്നഡ ജില്ലയിൽ തന്നെ അത്തരത്തിൽ മഴ മുന്നറിയിപ്പും ഇല്ല. അതുകൊണ്ട് മഴ പെയ്യില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴ വളരെ ശാന്തമായി തന്നെയാണ് ഒഴുകുന്നത്. നിലവിൽ തിരച്ചിൽ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അടിയൊഴുക്ക് 2 നോട്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സുഖകരമായി തന്നെ ഡൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇന്നലെ ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ പറഞ്ഞത്. 8 മണിക്കാണ് ദൗത്യം ആരംഭിക്കുക. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്, വളരെ ചെറിയ സമയം മാത്രമാണ് ദൗത്യത്തിനുണ്ടായിരുന്നത്. കാരണം വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈശ്വർ മാൽപ്പെ പുഴയിൽ ഇറങ്ങുകയായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നതാണ് നിലവിലിപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം തന്നെ അവരുടെ സംഘാംഗങ്ങളായിട്ടുള്ള, ഇന്നലെ അവരുടെ ടീമിലുണ്ടായിരുന്ന മുഴുവൻ പേരും ഉണ്ടായിരുന്നില്ല, അവർക്കൊപ്പമുള്ള ഡൈവർമാർ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെയും NDRFിൻ്റെയും ഉൾപ്പെടെ സംഘാംഗങ്ങൾ ഇവിടെ എത്തിച്ചേരും. അവരുടെ ബോട്ടുകൾ ഉൾപ്പെടെ ഇന്ന് ഗംഗാവലി പുഴയിൽ ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള തെരച്ചിൽ ഇന്ന് ഉണ്ടാകും. ഈ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ ഒരു സ്പോട്ടിൽ മാത്രമാണ്, അതായത് കരയോട് ചേർന്ന ഒരു സ്പോട്ടിൽ മാത്രമാണ് ഇന്നലെ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തിയത്. മറ്റു 3 സ്പോട്ടുകളുണ്ട്. നമ്മൾ നേരത്തെ ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ടെത്തിയ സ്പോട്ടുകളാണ്. അവ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാവുക. കുറച്ചുകൂടി പുഴയുടെ കരയോട് ചേർന്ന ഭാഗത്തുനിന്ന് അല്പം കൂടി മുന്നിലോട്ട് പോയിട്ടുള്ള തെരച്ചിലേക്ക് ഈശ്വർ മാൽപ്പെ കടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച SK കാലാവസ്ഥയിൽ അല്പം മാറ്റങ്ങൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. ചെറിയ മഴ പാറുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ഷിരൂരിൽ അത് എപ്പോഴും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. പക്ഷെ മറ്റു മഴ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായ മഴക്കുള്ള എന്തെങ്കിലും ഒരു മുന്നറിയിപ്പോ ഒന്നും നിലവിൽ ഷിരൂരിലില്ല. അതുകൊണ്ട് മഴ പെയ്യില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദൗത്യത്തിന് അതൊരു തടസ്സമാകില്ല എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും അടിയൊഴുക്ക് കൂടും. അടിയൊഴുക്ക് കൂടിക്കഴിഞ്ഞാൽ നിലവിൽ ഉള്ള സാഹചര്യമായിരിക്കില്ല. അത് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് വീണ്ടും ഒരു തടസ്സമായി അത് മാറുകയും ചെയ്യും. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന, അതായത് ആ മൺകൂനയോട് ചേർന്ന ഭാഗത്താണ് മറ്റു സ്പോട്ടുകൾ ഉള്ളത്, മറ്റു 3 സ്പോട്ടുകൾ ഉള്ളത്. ആ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടക്കുക എന്നുള്ളത്. ഈ നേവിയുടെ നീക്കം എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ചൊരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അവരുടെ മുങ്ങൽ വിദഗ്ധർ പൂർണ്ണമായും തന്നെ ഇവർ പുഴയിലിറങ്ങിയുള്ള തെരച്ചിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. അവരെന്തായാലും ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊരു ബാഹ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് മറ്റ് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഈ ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ച്, നേരത്തെ നമുക്കറിയാം ഈശ്വർ മാൽപ്പെ ഇതിൻ്റെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈശ്വർ മാൽപ്പെ വരികയും ഇവിടെ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് നേവി ചെയ്തിരുന്നത് അദ്ദേഹത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കുകയായിരുന്നു ചെയ്തത്. അവരുടെ ബോട്ടുകളൊക്കെ ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്യുന്ന സ്ഥലത്ത് വിന്യസിച്ച് അവിടെ വേണ്ട മറ്റ് സുരക്ഷാ സഹായങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നേവിയുടെ സംഘം ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം തന്നെ സമാന്തരമായി അവരുടെ കൂടി തെരച്ചിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അവരെത്തിയതിനു ശേഷം അവർ ഒരു പ്രാഥമിക പരിശോധന നടത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ NDRFിൻ്റെ ഒക്കെ സംഘം ഇവിടെ നിലവിൽ ഇപ്പോൾ കാർവാറിലുണ്ട്. അവരിങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ SK സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ദിനമായിരുന്നു ഇന്നലെ. ഈ
കഴിഞ്ഞ ഈ ദൗത്യത്തിൻ്റെ 30 ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ. ഉച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി പരിശോധിക്കുന്നു. കാർവാർ MLA-യുടെ ഓൺ റിസ്കിലെടുത്തൊരു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനത്തിൽ പുഴയിലിറങ്ങി പരിശോധിച്ച് ഈ വീൽ ജാക്ക് ഉൾപ്പെടെ കണ്ടെത്തി. അത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത് ഇന്നും ആവർത്തിക്കും, കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.